ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ICT പാഠപുസ്തകത്തിലെ 1-ാമത്തെ അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. വരയ്ക്കാം, വർണ്ണം നിറയ്ക്കാം. മനോഹരമായ പാഠഭാഗമാണ്. ഇതിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ചിത്രങ്ങൾ വരയ്ക്കുകയും അവയ്ക്ക് മനോഹരമായ നിറങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അധ്യായം 1, വരയ്ക്കാം, വർണ്ണം നിറയ്ക്കാം. തെളിനീരൊഴുകുന്ന ഒരു പുഴ, അതിൻ്റെ വശത്തായിട്ട് കാട്ടുപൊന്തം, ആകാശത്ത് അങ്ങിങ്ങായിട്ട് പഞ്ഞിക്കെട്ടുകൾ പോലെ മേഘങ്ങൾ, പുഴയിൽ കാറ്റിനൊത്ത് സഞ്ചരിക്കുന്ന പായ കെട്ടിയ വഞ്ചി. സ്കൂളിലെ ഹരിത ക്ലബ്ബ് തയ്യാറാക്കുന്ന മാഗസിൻ്റെ കവർ ചിത്രത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രകൃതി ദൃശ്യത്തെക്കുറിച്ചാണ് കൂട്ടുകാരിവിടെ ചർച്ച ചെയ്യുന്നത്. അവർ കവർ ചിത്രം തയ്യാറാക്കുന്നത് കമ്പ്യൂട്ടറിലാണ്. കമ്പ്യൂട്ടറിൽ ഏതൊക്കെ സോഫ്റ്റ്വെയറുകളാണ് കൂട്ടുകാരെ ചിത്രരചനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്? ടെക്സ്റ്റ് പെയിൻറ്റ്, കളർ പെയിൻറ്റ്, ജിംബ് കിറ്റ്, ഇങ്ക്സ്കേപ്പ് തുടങ്ങിയ ചിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. അപ്പോൾ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ചിത്രം വരച്ച് പഠിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള അഥവാ ലളിതമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് കളർ പെയിൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ കളർ പെയിൻറ്റ് ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്നതും അതിന് നിറം കൊടുക്കുന്നതും ഒക്കെയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ചിത്രം വരയ്ക്കുന്നതിനായിട്ട് നമുക്ക് കളർ പെയിൻറ്റ് എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. കളർ പെയിൻറ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് നോക്കൂ കൂട്ടുകാരെ. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു വിൻഡോ ആയിരിക്കും കാണുന്നത്. ഇടത് സൈഡിലായിട്ട് ടൂൾ ബോക്സുകൾ കാണാം. പല തരത്തിലുള്ള ടൂൾ ബോക്സുകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അത് ഓരോന്ന് നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി വരയ്ക്കാനുള്ള ക്യാൻവാസാണ് നടുവിലെ വലിയ ബോക്സ്. അടുത്ത് നോക്കിയേ, താഴെയായിട്ട് ഓരോ ബോക്സുകളിൽ പല കളറുകൾ കൊടുത്തിട്ടുണ്ടല്ലേ, അതാണ് കളർ പാലറ്റ്. അപ്പോൾ ഇത് കളർ പെയിൻറ്റിൻ്റെ ജാലകമാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ കമ്പ്യൂട്ടറിൽ കളർ പെയിൻറ്റ് തുറക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ കളർ പെയിൻറ്റ് ക്യാൻവാസ് ഇങ്ങനെ തുറന്നു വരുമ്പോൾ നമുക്ക് ചെറിയൊരു ക്യാൻവാസ് ആയിരിക്കും കിട്ടുന്നത്. അതിനെ നമുക്ക് വലുതാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതെ, ക്യാൻവാസിൻ്റെ താഴെ അറ്റത്തായിട്ട് ഈ ഒരു ഭാഗം, ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗത്ത് എന്ത് ചെയ്യണം? അവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്താൽ ആ ക്യാൻവാസ് വലുതായി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ജാലകത്തിൽ മറ്റെന്തെല്ലാം മാറ്റങ്ങളാണുള്ളത്? ടൂൾ ബോക്സിലെ ഓരോ ടൂളുകളും മൗസ് പോയിൻ്റർ വച്ച് നോക്കൂ. ഓരോ ടൂളിൻ്റെയും പേരുകൾ അവിടെ എഴുതി കാണിക്കും. ഇക്കൂട്ടത്തിൽ ചിത്രം വരച്ച് നിറം നൽകാനുള്ള ടൂളുകൾ ഉണ്ടോ? ഉണ്ടല്ലേ. നമുക്ക് കളർ പെയിൻറ്റിലെ ടൂളുകൾ ഓരോന്നായിട്ട് നോക്കാം. ഐക്കൺ, ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലിരിക്കുന്നതാണ് ചതുരങ്ങളും സമചതുരങ്ങളും വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന റെക്റ്റാങ്കിൾ ടൂള്. ബഹുഭുജങ്ങൾ വരയ്ക്കാനുള്ള ടൂളാണ് അടുത്തത് എന്താ? പെയിൻ്റാണ്. പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ള, അതായത് കളറുകൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. അടുത്തത് എന്താണ്? ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെൻസിലാണ്. അടുത്ത വൃത്തങ്ങളും ദീർഘവൃത്തങ്ങളും ഒക്കെ വരയ്ക്കാനുള്ള ഓവൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൻ്റെ ടൂളാണ് കേട്ടോ. അപ്പോൾ ഈ ടൂളുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചതുരവും വൃത്തവും ഒക്കെ വരച്ച് അതിന് നിറം നൽകാനും സ്പ്രേ പെയിൻറ്റ് കൊടുക്കാനും ഒക്കെ കഴിയും. മാത്രമല്ല ഫ്രെയിം ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ചിത്രത്തിന് ബോർഡർ കൊടുക്കാനും നിറം കൊടുക്കാനും ഒക്കെ കഴിയും കേട്ടോ. വരകൾ ബോർഡിനോട് കൃത്യമായി ചേർത്ത് വയ്ക്കാനും ഫ്രെയിം സൗകര്യപ്പെടുത്തി തരും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫ്രെയിം വരച്ചും ചിത്രം വരച്ചു തുടങ്ങാം. കമ്പ്യൂട്ടറിൽ നമ്മൾ ചിത്രം വരയ്ക്കുന്നത് സേവ് ചെയ്യണം. സേവ് ചെയ്തില്ല എങ്കിൽ കമ്പ്യൂട്ടർ ഓഫായി കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാവില്ലേ? അപ്പോൾ നമ്മുടെ ചിത്രവും നമുക്ക് സേവ് ചെയ്യാം. എങ്ങനെയാണ് സേവ് ചെയ്യുക? മെയിൻ ടൂൾ ബാറിൽ സേവ് ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചിത്രങ്ങൾ നമുക്ക് സേവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ മെയിൻ ടൂൾ ബാർ എടുത്തേ, അതിൽ സേവ് ഡോക്യുമെൻറ്റ് ചിത്രത്തിൽ റൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട് കണ്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന ജാലകത്തിൽ ഫയലിന് പേര് കൊടുക്കുക. നമ്മൾ എന്താണോ തയ്യാറാക്കുന്നത് ആ പേര് കൊടുത്ത് സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫയല് നമ്മൾ എവിടെയാണോ സൂക്ഷിക്കാനായിട്ട് സേവ് ചെയ്ത് കൊടുത്തത് അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തത് അവിടെ കറക്റ്റായിട്ട് സേവ് ആകുന്നത് കാണാം. അപ്പോൾ നേരത്തെ കൂട്ടുകാർ പറഞ്ഞതുപോലെ നമുക്ക് പുഴയും ആകാശവുമാണ് ആദ്യം വരയ്ക്കേണ്ടത് കേട്ടോ. ഏത് ടൂളാണ് നമുക്ക് എടുക്കേണ്ടത്? ഇതിനായിട്ട് നമുക്ക് ലൈൻ ടൂൾ എടുക്കാം. ലൈൻ ടൂൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? കീബോർഡിൽ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് വേണം നമ്മൾ ലൈൻ ടൂളുകൾ വരയ്ക്കാനായിട്ട്. വരച്ചു കഴിഞ്ഞാൽ തിരശ്ചീനമായും ലംബമായിട്ടും കോണുകളിലാക്കിയും കൃത്യമായ നേർരേഖ നമുക്ക് വരയ്ക്കാനായിട്ട് കഴിയും.
അപ്പോൾ കണ്ടോ കൂട്ടുകാരെ, നമ്മുടെ ക്യാൻവാസ് ഇതിൽ ചിത്രം വരയ്ക്കാനുള്ള ഫ്രെയിമും നമ്മൾ വരച്ചു കഴിഞ്ഞു അല്ലേ. വരയ്ക്കുമ്പോൾ ഒരു വിടവ് പോലും നമുക്ക് വരാനായിട്ട് പാടില്ല. വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിത്രത്തിന് നിറം കൊടുക്കുന്ന സമയത്ത് ക്യാൻവാസിൽ മുഴുവനായിട്ടും ആ നിറം പടർന്നു പോകും. അപ്പോൾ നമ്മൾ മുകളിൽ ആകാശവും താഴെ പുഴയും വരയ്ക്കാനായിട്ട് ഫ്രെയിം സെറ്റ് ചെയ്തു അല്ലേ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ ഫ്രെയിമിനകത്ത് നമ്മൾ നിറം കൊടുക്കണം. അതിനു മുന്നേ നമുക്കൊരു വഞ്ചിയും അതിൽ കെട്ടിയ പായും ഒക്കെ വരച്ചാലോ? അതിന് നമ്മൾ പോളിഗൺ ടൂളാണ് ഉപയോഗിക്കുന്നത്. പോളിഗൺ ടൂൾ ഉപയോഗിച്ച് നമുക്ക് എല്ലാ ഭാഗവും അടഞ്ഞിട്ടുള്ള ബഹുഭുജ രൂപങ്ങൾ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പോളിഗൺ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ടൂൾ ബോക്സിൽ നിന്ന് പോളിഗൺ ടൂൾ സെലക്ട് ചെയ്യണം. വര തുടങ്ങുന്ന സ്ഥലത്ത് മൗസ് പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. തുടർന്ന് ചിത്രം 1.4 3 ഭാഗത്തും കൂടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വര തുടങ്ങിയ സ്ഥലത്ത് മൗസ് പോയിൻ്റർ എത്തിച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടൂള് സെലക്ട് ചെയ്യുക. ദാ ഇതുപോലെ കണ്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വഞ്ചിയുടെ രൂപത്തിലുള്ള ഒരു ചിത്രം കിട്ടും. ഇതുപോലെ തന്നെ പായ്വഞ്ചിയുടെ രൂപരേഖ പോലെ കൂട്ടുകാർ വരച്ചു നോക്കൂ. ഇനി നമുക്ക് തെറ്റിപ്പോയാൽ എന്താണ് ചെയ്യുക? നമുക്ക് ഇറേസർ ടൂൾ എടുക്കാം അല്ലേ. ഇറേസർ ടൂൾ വെച്ച് സെലക്ട് ചെയ്ത് മായ്ക്കാനായിട്ട് കഴിയും. നമുക്ക് സൂം ഇൻ ചെയ്തും സൂം ഔട്ട് ചെയ്തും ഒക്കെ ചിത്രത്തിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഇറേസർ ടൂൾ ഉപയോഗിച്ച് മായ്ച്ച് കളയാനായിട്ട് കഴിയും കേട്ടോ. അതിന് സൂം ഔട്ട് സൂം ഇൻ എന്ന് പറഞ്ഞ് മെയിൻ ടൂൾ ബാറിൽ ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ കർവ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് വഞ്ചി വരയ്ക്കാനായിട്ട് കഴിയും. ടൂൾ ബോക്സിൽ നിന്ന് കർവ് സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തൊരു വര വരയ്ക്കുക. അതിനുശേഷം വരയിൽ ക്ലിക്ക് ചെയ്ത് വളവ് വരുത്തേണ്ട ഭാഗത്തേക്ക് മാത്രം വലിക്കുക. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? കർവ് ഷേപ്പിലുള്ള ചിത്രങ്ങൾ ലഭിക്കും. ഇനി നമ്മൾ വരച്ചു പോയ ഭാഗം നമ്മൾ ഇറേസർ ഉപയോഗിച്ച് മായ്ച്ചു കളഞ്ഞെന്ന് വെച്ചോളൂ. അത് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും. അതിനെന്താ? അണ്ടു കൊടുത്താൽ മതി. കണ്ടോ കൂട്ടുകാരെ നമ്മൾ ചെയ്ത ചിത്രം ഒരു തവണ നമ്മൾ സേവ് ചെയ്തില്ലേ? ഓരോ മാറ്റം വരുത്തുമ്പോഴും നമുക്ക് സേവ് ചെയ്യണം അല്ലേ. അതിന് മെയിൻ ടൂൾ ബാറിലുള്ള സേവ് ഐക്കണിൽ പോയി ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം. അല്ലെങ്കിൽ വളരെ ഷോർട്ട് കട്ടായിട്ട് കീബോർഡിൽ Ctrl+S പ്രസ് ചെയ്ത് കഴിഞ്ഞാലും സേവായി കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചിത്രങ്ങൾക്ക് മനോഹരമായ നിറം നൽകുന്ന സോഫ്റ്റ്വെയറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. കളർ പാലറ്റ് അല്ലേ. മനോഹരമായ പല നിറത്തിലുള്ള കളറുകൾ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ നിറത്തിൻ്റെ പല രൂപങ്ങൾ വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ കാണുന്നത് പോലെ കണ്ടോ, ചിത്രത്തിൽ കാണുന്നത് പോലെ. ഇവിടെ കണ്ടോ കൂട്ടുകാരെ, പുതിയ ഒരു നിറം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പാലറ്റിൽ വന്നിട്ട് നിറം മാറ്റി കൊടുക്കാനും നമുക്ക് കഴിയും. ഇനി നമുക്ക് നമ്മുടെ വഞ്ചിക്കും അതുപോലെ തന്നെ പുഴയ്ക്കും ആകാശത്തിനുമൊക്കെ നിറം കൊടുത്താലോ? നിറം കൊടുത്തു നോക്കൂ. അപ്പോൾ നമ്മൾ മനോഹരമായ ചിത്രം വരച്ചു, അതിന് നിറം കൊടുത്തു. ഇനി നമുക്ക് ഒരു കരയും കാട്ടുപൊന്തയും കൂടെ വരയ്ക്കണം. അതിന് നമ്മൾ എടുക്കേണ്ടത് എന്താ? പെൻ ടൂളാണ് എടുക്കേണ്ടത്. പെൻ ടൂൾ ഉപയോഗിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടെ ഒരു കാട്ടുപൊന്ത നമുക്ക് വരയ്ക്കാം കേട്ടോ. ഇനി അതിന് യോജിച്ച നിറവും നമ്മൾ കൊടുക്കണം. കാട്ടുപൊന്തയ്ക്ക് നമ്മൾ നിറം കൊടുത്തു അല്ലേ. ഇനി നിഴലും വെളിച്ചമൊക്കെ കൊടുത്തോളൂ. സ്പ്രേ ക്യാൻ ഉപയോഗിച്ച് നമുക്ക് അതിന് നിഴലും വെളിച്ചവും കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ചിത്രം വളരെ മനോഹരമായി കാണും അല്ലേ കൂട്ടുകാരെ? അതെ. ഇനി സ്പ്രേ ക്യാൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങിങ്ങായിട്ട് ആകാശത്ത് കാണുന്ന മേഘങ്ങളും കൂടെ വരയ്ക്കാം. കണ്ടോ, മേഘങ്ങളും വരച്ചു. അപ്പോൾ നമുക്കിനി ഇതുപോലെ കമ്പ്യൂട്ടറിൽ എങ്ങനെയൊക്കെയാണ് വരയ്ക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കുന്നതെന്ന് നോക്കാം.
കൂട്ടുകാരെ നമ്മൾ എങ്ങനെയാണ് ഒരു ചിത്രം കളർ പെയിൻറ്റിൽ വരയ്ക്കുന്നതെന്നും അതിലെങ്ങനെയാണ് നിറങ്ങൾ നൽകുന്നതെന്നും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. കമ്പ്യൂട്ടറിൽ ആ പ്രവർത്തനം നമ്മൾ ചെയ്തും പഠിച്ചു. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്